2023 വരെയുള്ള GK അപ്ഡേറ്റ്സിൻ്റെ പാർട്ട് 3 നോക്കാം. മലയാളികൾ ഇടവപ്പാതി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. സംസ്ഥാനത്തെ ആദ്യ ചെന്തെങ്ങ് നഗരം ഏതാണ്? ഉത്തരം നീലേശ്വരം. കണ്ണുദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം കോർണിയ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഏത്? ഉത്തരം പെരുമണ്ണ. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം എറണാകുളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? ഉത്തരം തെലുങ്ക്. റോഡിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം സീബ്ര ക്രോസ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ആദ്യമായി ഇടം നേടിയ മലയാളി ആരാണ്? ഉത്തരം മിന്നുമണി. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് ചിഹ്നങ്ങൾ ഏത് ആകൃതിയിലാണ്? ഉത്തരം വൃത്തം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തം ഏതാണ്? ഉത്തരം കൂടിയാട്ടം. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം പൂക്കോട്, വയനാട്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം? ഉത്തരം തുരുത്തിക്കര. ഇന്ത്യയിലെ ആദ്യ ഉരുക്കുപാത നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. കേരളത്തിലെ 140 ഗ്രാമപഞ്ചായത്തുകളിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധനകൾ നടത്തിയ ആരോഗ്യ പദ്ധതി ഏതാണ്? അല്പം ശ്രദ്ധ, ആരോഗ്യം ഉറപ്പ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം S. സോമനാഥ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം 333 രൂപ. പുട്ടപർത്തി അടിസ്ഥാനമായി ആന്ധ്രാപ്രദേശിൽ രൂപീകരിക്കപ്പെട്ട പുതിയ ജില്ല ഏത്? ശ്രീ സത്യസായി. ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം സേതു. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആർടെമിസ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. പ്രഥമ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MD വാസുദേവൻ നായർ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണ്? ഉത്തരം സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിൽ ഏറ്റവും അധികം അതിദരിദ്രരുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 12. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ പിറന്ന ഗോളുകളുടെ എണ്ണം 172. ഖത്തർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യം? ഉത്തരം ഫ്രാൻസ്. ഖത്തർ ലോകകപ്പിൽ മെസ്സി എത്ര ഗോൾ അടിച്ചു? ഉത്തരം 7. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത്? ഉത്തരം ഹുബാലി റെയിൽവേ പ്ലാറ്റ്ഫോം. ഇത് കർണാടകയിലാണ് ഉള്ളത്. ഫിഫ മികച്ച ഫുട്ബോൾ താരമായി
തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം ലയണൽ മെസ്സി. ഫിഫ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സ്പാനിഷ് താരം അലക്സിയ പുട്ടേലാസ്. 2026 ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറുന്ന രാജ്യങ്ങൾ ഏതാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2023 അക്കാദമി പുരസ്കാരം അഥവാ ഓസ്കാർ പുരസ്കാരം നേടിയ ഗാനം ഏതാണ്? നാട്ടു നാട്ടു ഫ്രം RRR. RRR എന്ന ചിത്രത്തിലൂടെ ഓസ്കാർ നേടിയ നാട്ടു നാട്ടു എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ചന്ദ്രബോസ്. 2023 ഓസ്കാർ പുരസ്കാരം നേടിയ ഷോർട്ട് ഡോക്യുമെൻ്ററി ഏതാണ്? ദി എലിഫന്റ് വിസ്പേഴ്സ്. 2023 ഓസ്കാർ അവാർഡ് നേടിയ ആനിമേഷൻ ചലച്ചിത്രം ഗില്ലർമോ ഡെൽ ടോറസ് പിനോക്കിയോ. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം ഏതാണ്? ഉത്തരം മാതൃഭൂമി. കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിച്ചപ്പോൾ പ്രധാനമായും അന്തരീക്ഷത്തിൽ കലർന്ന രാസസംയുക്തം ഏതാണ്? ഉത്തരം ഡയോക്സിൻ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസ് ബോട്ട് ഏതാണ്? ഉത്തരം ഇന്ദ്ര. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരനെന്ന ബഹുമതി സ്വന്തമാക്കിയ മലയാളി ആരാണ്? അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം എവിടെയാണ്? അഞ്ചിഗഡ്, ജമ്മു കാശ്മീർ. 2023 50-ാം വാർഷികം ആഘോഷിക്കുന്ന ദേശീയ മൃഗസംരക്ഷണ പദ്ധതി ഏതാണ്? ഉത്തരം പ്രോജക്റ്റ് ടൈഗർ. മൊബൈൽ ഫോണിന് 50 വയസ്സ് തികഞ്ഞ ദിനം ഏതാണ്? 2023 ഏപ്രിൽ 3. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമ സ്ഥാപിതമായ നഗരം ഏതാണ്? ഉത്തരം ഹൈദരാബാദ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 50 ക്വസ്റ്റ്യൻ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്